ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ എബൌട്ട് ടു, ഫോർ, ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ഡൗട്ട് വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എബൌട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗോയിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ പറയാറുണ്ട് പോകാനിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യാനിരിക്കുകയാണ് ഇങ്ങനെ പറയുന്ന കാര്യം. ഇപ്പം ഉറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഉറങ്ങാൻ പോവുകയായിരുന്നു, പഠിക്കാൻ പോവുകയായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നത് പോവുകയാണ് എന്ന് പറയുമ്പം ഗോയിങ് എന്നാണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് എബൌട്ട് ടു? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു കൊച്ചു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം എന്ന് കരുതി. ഗോയിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർബാണ്. ആ ഗോയിങ് എന്ന് പറയുമ്പം നമ്മൾ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ പോവുകയാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണിക്കാനാണ് പോവാറ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അത് പോവുകയാണ് അല്ലേ, പോവുകയാണ് എന്നാണ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ പോവുകയാണ് എന്നാണ്. അവിടെ നമ്മൾ ഒരിക്കലും എബൌട്ട് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഐ എം ഗോയിങ് ടു എന്നാണ് പറയുന്നത്. ഐ എം ഗോയിങ് ടു ഹോസ്പിറ്റൽ ടു സീ ദ ഡോക്ടർ അല്ലേ. ഐ എം ഗോയിങ് ടു ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഞാനൊരു സംഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അല്ലേ, ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം ഐ എം ഗോയിങ് ടു ഹോസ്പിറ്റൽ ടു സീ ദ ഡോക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ ഗോയിങ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഇതേ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പം ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ ഡോക്ടറെ കാണാനിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഇങ്ങനെ പറയുമല്ലോ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. നെക്സ്റ്റ് ഒരു പേഷ്യൻ്റ് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മളാണ് അടുത്തത് കയറാനുള്ളത്. ആ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് കയറാനായിട്ട് പോകുന്ന ആ ഒരു സമയം, അവിടെ നമുക്ക് എബൌട്ട് യൂസ് ചെയ്ത് പറയാം. അപ്പോൾ ഐ എം അബൌട്ട് ടു സീ ദ ഡോക്ടർ, ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഡോക്ടറെ കാണാൻ പോവുകയാണ് എന്ന് എബൌട്ട് യൂസ് ചെയ്ത് പറയാം. മനസ്സിലായോ? ഇനി ഒന്നും കൂടി ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കോള് വരികയാണ്. നമ്മൾ ആരെങ്കിലും കോൾ ചെയ്യാണ്. നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ടോക്കനൊക്കെ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ആരെങ്കിലും കോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കയറാനുള്ള സമയമായിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് ഇറങ്ങാനുള്ളൊരു ടൈമേ നമുക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടോക്കൺ മിസ്സായി പോകും. ആ ഒരു സമയം അവിടെയാണ് നമ്മൾ എബൌട്ട് ടു യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ പറയും? നീ വിളിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ കാണാനിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നീ വിളിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടാകില്ല. ഐ വാസ് എബൌട്ട് ടു സീ ദ ഡോക്ടർ വെൻ യു കോൾഡ്. ഐ വാസ് അല്ലേ, വാസ് ആണ്, ആയിരുന്നു എന്നാണ്. നീ വിളിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കാണാനിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഐ വാസ് എബൌട്ട് ടു സീ ദ ഡോക്ടർ വെൻ യു കോൾഡ്. ഞാൻ ഒന്നും കൂടി ഈ ക്ലാസ് എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടും കൂടി തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ പോവുകയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് പറയുക? ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത് ബസ് കയറാനാണല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗോയിങ് എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ഗോയിങ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ എബൌട്ട് യൂസ് ചെയ്യരുത്. കാരണം ഞാൻ പോവുകയാണ്, നടന്ന് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. സോ ഐ എം ഗോയിങ് ടു ദ ബസ് സ്റ്റോപ്പ് ടു ബോർഡ് ദ ബസ്. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് കയറുന്നതിന് നമ്മൾ ബോർഡ് എന്ന് പറയുന്നത്. സോ ഐ എം ഗോയിങ് ടു ദ ബസ് സ്റ്റോപ്പ് ടു ബോർഡ് ദ ബസ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ പോവുകയാണ്. ഇനി അത് നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നമ്മളിങ്ങനെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ് വരാറായിട്ടുണ്ട്. ഇപ്പം ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ പോകുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ പറയാറുണ്ട് ബസ് വരാറായിട്ടുണ്ട് അല്ലേ, വരാറായ സമയമായിട്ടുണ്ട്, ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് ഇവിടെ എത്തും. ആ ഒരു സമയമുണ്ടല്ലോ, അവിടെ നമുക്ക് എബൌട്ട് ടു യൂസ് ചെയ്ത് പറയാം. ബസ് ഈസ് എബൌട്ട് ടു അറൈവ്. ബസ് ഈസ് എബൌട്ട് ടു അറൈവ്. ബസ് വരാറായിട്ടുണ്ട് അല്ലെങ്കിൽ ബസ് എത്താറായിട്ടുണ്ട്, ഇങ്ങനെ പറയാം. ബസ് എത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എബൌട്ട് ടു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബസ് ഹാസ് അറൈവ്ഡ് എന്ന് പറയാം. ബസ് എത്തിയിട്ടുണ്ട്. ബസ് എത്താറായിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, എബൌട്ട് ടു യൂസ് ചെയ്യുക. ബസ് ഈസ് എബൌട്ട് ടു അറൈവ് എന്ന് പറയാം. അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ, ഞാൻ കാർ വാങ്ങാൻ ഷോപ്പിലേക്ക് പോവുകയാണ്. ഞാൻ കാർ വാങ്ങാൻ ഷോപ്പിലേക്ക് പോകുകയാണ്. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഗോയിങ് ടു യൂസ് ചെയ്ത് പറയണം. ഞാൻ പോവുകയാണ് അല്ലേ, ഞാൻ പോവുകയാണ്. ആ സമയമൊന്നുമല്ല പറയുന്നത്, നമ്മൾ പോവുകയാണ്. ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ്. ഞാൻ കാർ വാങ്ങാൻ ഷോപ്പിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ I am going to the shop to buy the car. I am going to the shop to buy the car. നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ്. ഇനി നമ്മളിപ്പോൾ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കാറ് വാങ്ങാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്ത് കഴിഞ്ഞു. കീ നമ്മൾ അരികിലേക്ക് തരാനേ ഉള്ളൂ, നമുക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ. ഈ ഒരു സമയമുണ്ടല്ലോ, ഈ സമയത്ത് നമുക്കിപ്പോൾ ഒരാളെ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരികയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഞാൻ കാറ് വാങ്ങാനിരിക്കുകയായിരുന്നു. നീ വന്നപ്പോഴോ നീ വിളിച്ചപ്പോഴോ ഒക്കെ പറയാം. ഞാൻ കാറ് വാങ്ങാനിരിക്കുക, ആ ഒരു സമയം അവിടെ നമുക്ക് എബൌട്ട് ടു യൂസ് ചെയ്ത് പറയാം. ഐ വാസ് എബൌട്ട് ടു ബൈ ദ കാർ. ഞാൻ കാറ് വാങ്ങാനിരിക്കുകയായിരുന്നു. ഐ വാസ് എബൌട്ട് ടു ബൈ ദ കാർ. ഞാൻ കാറ് വാങ്ങാനിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എബൌട്ട് ടു യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഗോയിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോവുക എന്നുള്ള ഒരു വെർബ് ഉള്ള സമയത്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. എബൌട്ട് ടു യൂസ് ചെയ്യുന്നത് ആ ഒരു സമയം, ഞാൻ ചെയ്യാനിരിക്കുകയാണ്, ഞാൻ പോകാനിരിക്കുകയാണ്, അവളെന്നെ വിളിക്കാനിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് കയറാനിരിക്കുകയാണ്, ആ വസ്തു ഞാൻ എടുക്കാനിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും നീ എന്നെ വിളിച്ചു, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഈ സമയത്താണ് നമ്മൾ എബൌട്ട് ടു യൂസ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ വന്ന ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.